തിരുവനന്തപുരത്തേക്കാണ് ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ തദ്ദേശ മന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട് ഈ തിരുവനായ ശല്യവുമായി ബന്ധപ്പെട്ട്. വന്ധ്യംകരണ നടപടികൾ അതാണ് ഏക പോംവഴി ഈ പ്രതിരോധത്തിന്റെ വഴിയെ പോകുമ്പോൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ശല്യം, തിരുവനായ ശല്യം രൂക്ഷമാകുന്നു? സർക്കാരും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് കാലാകാലങ്ങളിൽ വ്യക്തമാക്കുന്നതാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പാളുന്നത് ഉമേഷ്? ഉന്മേഷ, ആദ്യം നമ്മൾ ആ കണക്കിലേക്ക് പോകാം. അതായത് ഓരോ വർഷം കഴിയുന്തോറും സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെയും കടിയേറ്റ് വാക്സിൻ എടുക്കാൻ വരുന്ന, ചികിത്സ തേടുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുകയാണ്. ആ കണക്ക് ഇപ്രകാരമാണ്: 2021 2,01,379 പേർ ചികിത്സ തേടിയപ്പോൾ 2022 ആയപ്പോൾ അത് 2,88,000 ഉയർന്നു. 2023 ആയപ്പോൾ അത് 3,06,000 ഉയർന്നു. 2024 വരെയുള്ള കണക്കാണുള്ളത്. 2024 ആയപ്പോൾ 3,16,000 ഉയർന്നു. അതായത് 2021 1,00,000 ആളുകളുടെ എണ്ണം 2024 ആയപ്പോൾ 3 വർഷം കൊണ്ട് ഉയർന്നു. ഈ രീതിയിൽ ഓരോ വർഷവും സംസ്ഥാനത്ത് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഉയർന്നു വരുന്നു. മരണക്കണക്കും, അതായത് പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണവും സമാനമായ രീതിയിൽ തന്നെയാണ്. 2021 11 പേരായിരുന്നു സംസ്ഥാനത്ത് പേവിഷബാധ ഏറ്റ് മരിച്ചത്. അത് 2023 ആയപ്പോൾ 25, 2024 ആയപ്പോൾ 26 മാറിയിട്ടുണ്ട്. ഈ വർഷവും സമാനമായി ഈ സമീപ ദിവസങ്ങളിലെ കണക്കുകൾ തന്നെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്നതാണ്. ഈ രീതിയിൽ ഓരോ വർഷവും ഈ കണക്കുകളുടെ എണ്ണം ഉയരുകയാണ്. പക്ഷെ സംസ്ഥാനം സർക്കാരിന് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ തവണയും ഈ തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ABC അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നതല്ലാതെ അത് കൃത്യമായി നടപ്പാക്കാൻ ഇപ്പോഴും സംസ്ഥാനത്തിന് കഴിയുന്നില്ല. അതിന് പ്രധാനമായി പറയുന്ന കാരണങ്ങൾ ഇത് 2 വകുപ്പുകൾ ചേർന്നാണ് നടപ്പാക്കുന്നത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും മറ്റൊന്ന് മൃഗസംരക്ഷണ വകുപ്പും. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ ABC അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകേണ്ടത്. അതായത് ABC കേന്ദ്രം, ഒപ്പം അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഈ പട്ടികളെ പിടിച്ച്, തെരുവുനായ്ക്കളെ പിടിച്ച് അവിടെ എത്തിക്കാനുള്ള വോളണ്ടിയേഴ്സ് തുടങ്ങിയവയ്ക്കെല്ലാം ഈ ഓണറേറിയം അടക്കം നൽകി നിയമിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അവിടെ ചികിത്സ നൽകേണ്ടത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡോക്ടർമാരാണ്. ഈ 2 വകുപ്പുകൾ തമ്മിൽ കൃത്യമായി ഏകോപനം ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന് അതായത് 5 വർഷം മുമ്പുള്ള ഏത് സാഹചര്യമാണോ ആ സാഹചര്യം ഓരോ വർഷവും കൂടി വരുമ്പോഴും ഈ പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്തതിന്റെ കാരണമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് ഒരു കേന്ദ്ര പ്രോട്ടോകോൾ ഉണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ വന്ധ്യീകരണം നടത്തുന്ന നായ്ക്ക് ക്വാറന്റൈൻ അടക്കം, ചികിത്സയടക്കം നൽകി അതിനെ കുറേ ദിവസം ഈ ABC അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിൽ പാർപ്പിച്ച് അതിന്റെ ക്വാറന്റൈൻ കാലാവധിയെല്ലാം കഴിഞ്ഞ് മാത്രമേ തെരുവിലേക്ക് ഇറക്കി വിടാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെങ്കിൽ അതിനെ മൃഗസംരക്ഷണ വകുപ്പിലെ കൂടുതൽ ഡോക്ടർമാർ ഓരോ സെന്ററിലും ജോലി ചെയ്യണം. നിലവിൽ സംസ്ഥാനത്ത് 15 ABC സെന്ററുകൾ മാത്രമാണുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് 5 ABC സെന്ററുകൾ കൂടി സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും അതിനുള്ള സ്ഥലം പൂർണ്ണമായി കണ്ടെത്താനോ അതിന്റെ നടപടികൾ ആരംഭിക്കാനോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം പൂർണ്ണമായി ഒരു മൊബൈൽ ABC കേന്ദ്രം സ്ഥാപിക്കാൻ 25 ലക്ഷം രൂപ മാറ്റിവെച്ചതാണ്. പക്ഷേ അതും പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്താണ് അതിന്റെ പൈലറ്റ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. അതും നടത്താൻ പൂർണ്ണമായി കഴിഞ്ഞില്ല. ഈ രീതിയിൽ 2 വകുപ്പുകളുടെ കൃത്യമായ ഏകോപനം ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. ഇതുകൂടാതെ ഈ പേവിഷബാധയുടെ വ്യാപനം അല്ലെങ്കിൽ തെരുവുനായ്ക്കളുടെ നിയന്ത്രണത്തിനുള്ള മറ്റ് 2 പദ്ധതികൾ കൂടി, അല്ലെങ്കിൽ 2 രീതികൾ കൂടിയുണ്ട്. ഒന്ന്, ഈ അക്രമകാരികളായ നായ്ക്കളെ പിടിച്ച് പൂർണ്ണമായി കൂട്ടിലടക്കുകയോ അല്ലെങ്കിൽ കൊന്നുകളയോ ചെയ്യുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, എല്ലാ തെരുവു നായ്ക്കൾക്കും വാക്സിൻ കൂടി, ഓരോ വർഷവും ഈ പേവിഷബാധ വരാതിരിക്കാനുള്ള വാക്സിൻ മൃഗസംരക്ഷണ വകുപ്പ് എടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതും കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഈ രീതിയിൽ ഓരോ ഘട്ടത്തിലും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ അത് പൂർണ്ണതോതിൽ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ് ഇപ്പോഴും ഓരോ വർഷം കഴിയുന്തോറും ഈ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണവും പേവിഷ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നത്. വാക്സിൻ അടക്കം നമുക്ക് ലഭ്യമായിട്ട് വർഷങ്ങളായി, വാക്സിൻ കണ്ടെത്തി അത് സുലഭമായി ലഭ്യമായിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഈ കാലാകാലങ്ങളിൽ ഇപ്പോൾ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പാളുന്നുണ്ട്. പ്രഖ്യാപനങ്ങൾ വരുന്നു എന്നത് മാത്രമേ ഉള്ളൂവല്ലോ. ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളിൽ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ആരോഗ്യ സംവിധാനങ്ങൾ വിശദീകരിക്കുന്നത് വാക്സിൻ ഏതൊക്കെ സാഹചര്യത്തിൽ ഫലപ്രദമാകും, ഏതൊക്കെ സാഹചര്യത്തിൽ ഫലപ്രദമാകില്ല എന്നതാണല്ലോ. ഇപ്പോൾ അടിക്കടി ഇത്തരത്തിൽ പരാതി ഉയരുമ്പോൾ ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക ഉമേഷ്?
ഉന്മേഷ്, അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന ഒരു ടീം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കാരണം വാക്സിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആശങ്ക പല ജനങ്ങൾക്കിടയിലും പടരുന്നുണ്ട്. കാരണം വാക്സിൻ എടുത്തിട്ടും മരിക്കുന്ന കേസുകളുടെ എണ്ണം അത് ഇന്നും നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ വാക്സിൻ ഫലപ്രദമാണോ തുടങ്ങിയ സംശയങ്ങളെല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതുകൂടിയാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളെ കാണും. എന്തായാലും അവർ പറയുന്നത് ഇപ്രകാരമാണ്: വാക്സിൻ, അതായത് സാധാരണ ഒരു നായെ കടിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്, അത് വേഗത്തിൽ ചെയ്യണം. അതായത് ഈ മുറിവുള്ള സ്ഥലത്ത് നന്നായി സോപ്പിട്ട് കഴുകണം. അതിനുശേഷം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് നടപടികൾ, വാക്സിനേഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം. അപ്പോഴും ചില പരിമിതികൾ ഇതിനുണ്ട്. അതായത് നേരിട്ട് ഞരമ്പുകളിൽ കടിയേറ്റാൽ, പ്രത്യേകിച്ച് ശരീരത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ, അതായത് തലച്ചോറിലേക്കാണ് ഈ വൈറസ് ആദ്യം എത്തുക, തലച്ചോറിലാണ് ഇത് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് ഈ ബ്ലഡ് സർക്കുലേഷന്റെ ഭാഗമായി ഈ വാക്സിൻ ആദ്യമേ എത്തിക്കഴിഞ്ഞാൽ, അതായത് വാക്സിൻ എടുക്കുന്നതിന് മുൻപ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പരിമിതി മെഡിക്കൽ രംഗം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ ഫലപ്രദമല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ ഇതിനൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും കുട്ടികൾ ഇതിന് ഇരയാകുന്നതും അതുകൊണ്ടാണ്. കാരണം കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, പൊക്കം കുറവായിരിക്കും. ഈ തെരുവ് നായ്ക്കളെല്ലാം ഓടി വന്ന് കടിക്കുന്നത് ശരീരത്തിന്റെ മുകൾ ഭാഗങ്ങളിലേക്കായിരിക്കും, ഒന്നുകിൽ കൈകളിലോ മുഖത്തോ നെഞ്ചിലോ എല്ലാം. കാരണം ഒരു തെരുവ് നായയുടെ ഹൈറ്റ് അനുസരിച്ച്, കുട്ടികളുടെ ഹൈറ്റും അനുസരിച്ച് അവ കടിക്കുന്ന ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ശരീരത്തിൽ കടിയേറ്റ് കഴിഞ്ഞാൽ ഈ വൈറസ്, അല്ലെങ്കിൽ വിഷബാധയുള്ള ഒരു നായാണ് കടിക്കുന്നതെങ്കിൽ വേഗത്തിൽ ഈ വൈറസ് തലച്ചോറിലേക്ക് എത്തുന്ന ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഇവിടെയെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷ്.